പ്രിയമുള്ളവരെ, ഓർമ്മച്ചപ്പിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഓർമ്മച്ചപ്പിൽ ഈ അടുത്ത കാലത്ത് ഇറാനിൽ നടന്ന ഒരു സംഭവവികാസമാണ് അവതരിപ്പിക്കുന്നത്. ഇറാനിലെ ടെഹ്റാനിൽ എവിൻ ജയിലിൽ അവിടുത്തെ പത്രപ്രവർത്തകയായ നിലൂഫർ ഹമീദി ഏകാന്ത തടവിലായി. അവരെന്തുകൊണ്ട് തടവിലായി? വലിയൊരു വാർത്ത അവരുടെ പത്രമായ ഷാഗിൽ കൊടുത്തതാണ്. വാർത്ത ഇതായിരുന്നു: ഇറാനിലെ സദാചാര പോലീസ് കുർദിസ്ഥാനിൽ വന്ന മഹ്സ അമിനി എന്ന 22-കാരിയെ ശിരോവസ്ത്രം ശരിയായ വണ്ണം ധരിച്ചില്ല എന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയെടുക്കുകയാണ്. കസ്റ്റഡിയിൽ വെച്ച് അവൾ അബോധാവസ്ഥയിലായി ഇറാനിലെ കസ്ര ആശുപത്രിയിൽ ആയി. ഈ വാർത്തയാണ് കൊടുത്തത്. കൂടാതെ ഹമീദിയുടെ ഒരു ഫോട്ടോഗ്രാഫ് കൂടി കൊടുത്തിരുന്നു. ഫോട്ടോഗ്രാഫ് ഇതായിരുന്നു: കസ്ര ആശുപത്രിയുടെ ഇടനാഴിയിൽ മഹ്സയുടെ അച്ഛനും അമ്മയും കെട്ടിപ്പിടിച്ചു നിന്നു കരയുന്ന ഒരു ഫോട്ടോ. അതും ഷാർഗിൽ പത്രത്തിൽ കൊടുത്തിരുന്നു. 3 ദിവസം കഴിഞ്ഞപ്പോൾ മഹ്സ അമിനി മരിച്ചു. അവൾ മരിച്ചപ്പോൾ ഇറാനിൽ എമ്പാടും പ്രതിഷേധം ആഞ്ഞടിച്ചു. സ്ത്രീകളും കുട്ടികളും എല്ലാവരും ആ പ്രതിഷേധത്തിൽ ഇറങ്ങിയാണ്. നമുക്കറിയാം, അറബ് വസന്തം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് വേണ്ടി പോരാടിയ സ്ത്രീകൾ നടത്തിയ ഒരു സമരമാണ്. ആ സമരത്തിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് വീണ്ടും അറബ് വസന്തം അവിടെ വരികയാണ്. ഹമീദിയുടെ പത്രാഫീസ് റെയ്ഡ് ചെയ്തു. അവിടെ ഉണ്ടായിരുന്ന ലാപ്ടോപ്പും മൊബൈൽ ഫോണുകളും എല്ലാം പിടിച്ചെടുത്തു. കാരണം സദാചാര പോലീസ് എന്ന് പറയുന്നത് സ്ത്രീകളിൽ മേൽ കൂടുതൽ നിയന്ത്രണം ഏർപ്പെടുത്തി അത് പരിശോധിക്കാനുള്ള ഒരു പോലീസാണ്. സ്ത്രീകൾ ശിരോവസ്ത്രം ധരിച്ചാൽ മുടി പുറത്ത് കാണാൻ പാടില്ല, ഹൈ ഹീൽ ചെരുപ്പ് ധരിക്കാൻ പാടില്ല, വസ്ത്രം മുട്ടിന് താഴെ വരെ നിൽക്കണം. ഇതിലേക്കുള്ള ഒരുപാട് നിയന്ത്രണങ്ങൾ സ്ത്രീകൾക്ക് എതിരെ എടുത്തിരുന്നു. ഇതിനെതിരെയാണ് അവിടെ സമരം നടന്നത്. ഈ സമരത്തിൽ നിയതമായ ഒരു നേതൃത്വം ഇല്ലായിരുന്നു. എങ്കിലും ഇറാനിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അത് ലോകസമക്ഷം കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് വാസ്തവം. ഇതാണ് ഇന്ന് പറയാനുള്ളത്. നന്ദി.